ഹായ്, ആർ അവർ ചിൽഡ്രൻ ഗെറ്റിംഗ് ഇനഫ് വൈറ്റമിൻ ഡി? നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഇവാലുവേഷൻ സമയത്ത് ഉറപ്പായും റൂൾ ഔട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഓട്ടിസം, ADHD, ലാംഗ്വേജ് ഡിലേ, അറ്റൻഷൻ ഡെഫിസിറ്റ് തുടങ്ങിയ ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷൻസിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൂടുതലായി ഉള്ളതായിട്ടാണ് പല റീസെന്റ് സ്റ്റഡീസും റിപ്പോർട്ട് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി സ്ട്രോങ് ടീത്ത് ആൻഡ് ബോൺ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ പ്രധാന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ സെറോട്ടോണിനും ഡോപ്പമിനും ശരിയായ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിലും വൈറ്റമിൻ ഡി കൂടിയേ തീരും. ഈ സെറോട്ടോണിനും ഡോപ്പമിനുമാണ് നമ്മുടെ മൂഡ്, ഇമോഷൻ, അറ്റൻഷൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സ്കിൽ, മെമ്മറി തുടങ്ങിയ ബ്രെയിൻ ഫങ്ഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയിൽ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരിയായി ഫങ്ഷൻ ചെയ്യാതെ വരികയും കുട്ടികളിൽ അത് അഗ്രഷൻ, ബിഹേവിയറൽ പ്രോബ്ലംസ്, അറ്റൻഷൻ ഡെഫിസിറ്റ്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടികളിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകാനേ പാടില്ല. ഇത് അവരുടെ ഡേ ടു ഡേ ലൈഫ് സ്കിൽസിനെയും ബിഹേവിയറിനെയും കൂടുതലായി ബാധിക്കും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ സപ്ലിമെൻറ്റും റെഗുലറായി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.